സ്വപ്നതുല്യമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് വിദ്യാഭ്യാസ വായ്പകളെയാണ്. പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വലിയൊരു തുകയുടെ തിരിച്ചടവ് നോട്ടീസ് ആയിരിക്കും. ഇത് പലപ്പോഴും യുവാക്കളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പേടിക്കേണ്ടതില്ല. കൃത്യമായ പ്ലാനിങ്ങും ചില സാമ്പത്തിക തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ വായ്പ വളരെ വേഗത്തിൽ അധികം സാമ്പത്തിക ഭാരമില്ലാതെ അടച്ചു തീർക്കാം. ഇത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വായ്പാ തിരിച്ചടവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൊറട്ടോറിയം കാലയളവിനെ കുറിച്ചാണ്. എന്താണ് മൊറട്ടോറിയം? നിങ്ങൾ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെയുള്ള സമയമാണ് ബാങ്കുകൾ നൽകുന്ന ഈ ആശ്വാസകാലം. സാധാരണ ഈ കോഴ്സ് കഴിഞ്ഞ് 1 വർഷം വരെയോ അല്ലെങ്കിൽ ജോലി കിട്ടി 6 മാസം വരെയോ ആണ് ഈ കാലാവധി. പലരും വിചാരിക്കുന്നത് മൊറട്ടോറിയം കാലയളവിൽ പലിശ ഈടാക്കില്ല എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. ഈ സമയത്തും ചില ബാങ്കുകൾ പലിശ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ കാലയളവിൽ തന്നെ പലിശ തുക അടച്ചു തുടങ്ങുക. ഇത് പിന്നീട് പലിശയുടെ മേൽ പലിശ കയറുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ജോലി കിട്ടി ആദ്യ ശമ്പളം വരുമ്പോൾ തന്നെ ഒരു റീപേയ്മെന്റ് സ്ട്രാറ്റജി തയ്യാറാക്കണം. നിങ്ങളുടെ ആകെ വായ്പ തുക, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി എന്നിവ കൃത്യമായ ഒരു ഡയറിയിലോ എക്സൽ ഷീറ്റിലോ രേഖപ്പെടുത്തുക. നിങ്ങൾ ശമ്പളത്തിന്റെ 50, 30, 20 റൂൾ പാലിക്കാൻ ശ്രമിക്കുക. അതായത് 50% അത്യാവശ്യ കാര്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും ബാക്കി 20% വായ്പ തിരിച്ചടവിന് മാറ്റിവെക്കുക. ബാങ്കുകളിൽ നിന്ന് EMI തുക തനിയെ ഡെബിറ്റ് ആകുന്ന സൗകര്യം ഉപയോഗിക്കുക. ഇത് തിരിച്ചടവ് മുടങ്ങുന്നത് ഒഴിവാക്കുകയും ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചില ബാങ്കുകൾ ഓട്ടോ ഡെബിറ്റ് സൗകര്യം ഉപയോഗിക്കുന്നവർക്ക് പലിശ നിരക്കിൽ ചെറിയ ഇളവ് നൽകാറുണ്ട്. കൂടുതൽ പണം പലിശീനത്തിൽ പോകാതെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറയാം. ഇതിന് പ്രധാനമായി 3 വഴികളുണ്ട്. പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണിത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ സബ്സിഡി സ്കീമുകൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം. നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മൊറട്ടോറിയം കാലയളവിലെ പലിശ സർക്കാർ വഹിക്കും. ഇത് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തണം. നിങ്ങൾ വായ്പ എടുത്ത ബാങ്കിലെ പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ കുറഞ്ഞ പലിശ നൽകുന്ന മറ്റൊരു ബാങ്കിലേക്ക് ലോൺ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയൊരു തുക ലാഭിക്കാൻ സഹായിക്കും. ആദായ നികുതി നൽകുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസ വായ്പയുടെ പലിശ തിരിച്ചടവിൽ നിങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80 ഈ പ്രകാരം 8 വർഷം വരെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ അധികമായി പണം വരുമ്പോൾ അത് ആഡംബരങ്ങൾക്ക് ചിലവാക്കാതെ ലോണിലേക്ക് അടയ്ക്കുക. ഇതിനെയാണ് പ്രീ പേയ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വായ്പയുടെ പ്രിൻസിപ്പൽ തുക കുറയ്ക്കാൻ ഉപയോഗിക്കുക. ശമ്പളം കൂടുമ്പോൾ അതിനനുസരിച്ച് EMI തുകയും വർദ്ധിപ്പിക്കുക. ഓരോ വർഷവും EMI തുകയിൽ 5 മുതൽ 10% വർധനവ് വരുത്തിയാൽ 10 വർഷത്തെ ലോൺ 6 അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് തീർക്കാൻ സാധിക്കും. ലോൺ ഉണ്ടല്ലോ എന്നോർത്ത് ജീവിതത്തിലെ സന്തോഷങ്ങൾ മാറ്റിവെക്കരുത്. ഇത് ലോകാവസാനമല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലേക്കുള്ള ഒരു നിക്ഷേപം മാത്രമാണ്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങളും വായ്പാ തിരിച്ചടവും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും. അനാവശ്യമായ പേഴ്സണൽ ലോണുകളോ ക്രെഡിറ്റ് കാർഡ് ബാധ്യതകളോ ഈ സമയത്ത് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ വായ്പ ഒരു ഭാരമല്ല, കൃത്യമായി കൈകാര്യം ചെയ്താൽ എളുപ്പത്തിൽ മറികടക്കാവുന്ന ഒരു സാമ്പത്തിക പടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. മൊറട്ടോറിയം കാലത്തെ പലിശ ശ്രദ്ധിക്കുക, സർക്കാർ സബ്സിഡികൾ ഉപയോഗപ്പെടുത്തുക, കൃത്യമായ ബജറ്റ് ശീലമാക്കുക, ബോണസ് തുകകൾ വായ്പയിലേക്ക് അടയ്ക്കുക.